ഹായ് ക്രിയേറ്റേഴ്സ്, എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നൊരു അപ്ഡേറ്റ് ആയിരുന്നു ഷോർട്സിൽ നമുക്ക് തംബ്നെയിൽ ആഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. കസ്റ്റം തംബ്നെയിൽ ഷോർട്സിന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ ആ ഒരു അപ്ഡേറ്റ് യൂട്യൂബിൽ എനേബിൾ ആയി വന്നിട്ടുണ്ട്. ഇനി മുതൽ എല്ലാവർക്കും ഷോർട്സിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ തംബ്നെയിലുകൾ കസ്റ്റം തംബ്നെയിലായിട്ട് ആഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. തൊട്ടു മുമ്പേ ഷോർട്സുമായി ബന്ധപ്പെട്ടിട്ട് വളരെ മോശം അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി മുതൽ നമുക്ക് ഷോർട്സിൽ 20 മില്യൺ ഷോർട്സ് വ്യൂസ് വന്നാലാണ് 90 ദിവസത്തിൽ നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, എല്ലാ 90 ദിവസത്തിലും 10 മില്യൺ നമ്മുടെ ഷോർട്സ് വ്യൂസ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഇതൊക്കെ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്നാൽ അതിന് ഒരു ഹെൽപ്പായിട്ട്, ഒരു സഹായകരം എന്നുള്ള രീതിയിൽ നമുക്ക് വിളിക്കാവുന്ന ഒരു അപ്ഡേറ്റ് ചാനലിൽ ഷോർട്സിൽ നമുക്ക് ഇനി ക്ലിക്കാവാത്ത ഷോർട്സുകൾ, റീച്ച് ഇല്ലാത്ത സ്റ്റക്കായിട്ടുള്ള ഷോർട്സുകൾ, ലോങ് വീഡിയോക്കൊക്കെ നമ്മൾ നല്ല രീതിയിൽ തംബ്നെയിലൊക്കെ ആഡ് ചെയ്ത് നമ്മൾ വീഡിയോക്ക് സെറ്റ് ചെയ്യാറുണ്ട്. ഇനി ഒരു തവണ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് നമ്മൾ പോരാ, ആ ഒരു വീഡിയോക്ക് റൺ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ഷോർട്സിന് എന്നാൽ ഇതുവരെ കസ്റ്റം തംബ്നെയിൽ ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇനി മുതൽ ആ ഒരു ഓപ്ഷൻ വരികയാണ്. ഇതുവരെ നമ്മൾ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, യൂട്യൂബിൻ്റെ ഷോർട്സിൽ എന്തെങ്കിലും അവസാനത്തിൽ കസ്റ്റം തംബ്നെയിലായിട്ട് ആഡ് ചെയ്യേണ്ടത് നമ്മൾ ജസ്റ്റ് അവിടെ എഡിറ്റ് ചെയ്യുമ്പോൾ പോയിട്ട് പ്രിപ്പയർ ചെയ്ത് അവസാന സെക്കൻഡിൽ വെക്കണമായിരുന്നു. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്, നമ്മൾ ആ ഒരു ടൈറ്റിലിൻ്റെ കൊടുക്കുമ്പോൾ അതിന് മുകളിൽ ഒരു പെൻസിൽ ബട്ടണിലൊക്കെ എടുത്തിട്ട് അവിടെ ഒരു ടൈറ്റിൽ പോലെ എന്തെങ്കിലും ഫോണ്ടുകളൊക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഷോർട്സ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ഇനി അവരുടെ ഷോർട്സിന് വ്യൂസ് കൂട്ടാൻ പറ്റുന്ന, നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ട്രൈ ചെയ്ത് നോക്കി. നല്ല കിടിലനായിട്ട് വർക്ക് ആകുന്നുണ്ട്. ഡെസ്ക്ടോപ്പ് വേർഷനിലാണ് ഇത് വർക്ക് ആവുക. അപ്പോൾ നമ്മൾ YT സ്റ്റുഡിയോ ആപ്പ് വഴി ഇത് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ വർക്കാവും. ഒരുപക്ഷെ എന്നുള്ളത് ഇപ്പോൾ വർക്കാവുന്നില്ല. എന്നാൽ ഡെസ്ക്ടോപ്പ് വേർഷൻ വഴി നമുക്ക് ചെയ്യുമ്പോൾ ലാപ്ടോപ്പിലോ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ അതല്ലെങ്കിൽ നിങ്ങൾ ക്രോം ഒക്കെ ഓപ്പൺ ചെയ്ത് ഡെസ്ക്ടോപ്പ് വേർഷൻ ഓൺ ആക്കിയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാറുണ്ടല്ലോ, അങ്ങനെ പോയിട്ട് ഷോർട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് തംബ്നെയിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനായി നമ്മൾ ആദ്യം യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ കണ്ടന്റ് എന്നുള്ളൊരു ഭാഗം കാണാം. ഈ ഒരു കണ്ടന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഷോർട്സ് അവിടെ സെലക്ട് ചെയ്യണം. വീഡിയോസ് അതുപോലെ ലൈവ് എന്നൊക്കെ കാണാം. ഈ ഷോർട്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഷോർട്സിനാണോ തംബ്നെയിൽ ചേഞ്ച് ചെയ്യേണ്ടത് അതിൻ്റെ ആ ഒരു പെൻസിൽ എന്നുള്ള ഭാഗം, ഇപ്പോൾ ഇവിടെ ഈ ഒരു പെൻസിൽ എന്നുള്ള ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു പെൻസിൽ എന്നുള്ള ഭാഗത്ത് ആ ഒരു പെൻസിലിൽ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ തംബ്നെയിലിന്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി തംബ്നെയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ചേഞ്ച് കൊടുക്കുമ്പോൾ നമുക്ക് നേരെ ഗാലറിയിലേക്ക് നമുക്ക് ഏത് തംബ്നെയിലാണ് ആഡ് ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങളിത് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പുതിയതായിട്ട് കസ്റ്റം തംബ്നെയിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ നേരത്തെ പോലെ വീഡിയോയിൽ ഏതെങ്കിലും വീഡിയോക്കുള്ളിലെ ഏതെങ്കിലും ഒരു ഫ്രെയിം തന്നെ വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും ക്രിയേറ്റേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കിടിലൻ അപ്ഡേറ്റ് ആണെന്ന് പറയാം. കാരണം ഷോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി മുതൽ നമുക്ക് 20 മില്യൺ ഒക്കെ ഷോർട്സ് വ്യൂസ് വന്നാലേ ചാനൽ മോണിറ്റൈസേഷൻ ആകൂ. ഇനി ആയാൽ തന്നെ ഫെബ്രുവരി മുതലൊക്കെ 10 മില്യൺ ഷോർട്സ് വ്യൂസ് നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകണം എല്ലാ 3 മാസത്തിലും 90 ദിവസത്തിലും. അപ്പോൾ നമുക്ക് ഷോർട്സിന്റെ വ്യൂസ് നന്നായിട്ട് കൂടേണ്ടതുണ്ട്. അപ്പോൾ യൂട്യൂബിന്റെ വക ആദ്യത്തെ ഒരു ഹെൽപ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി മുതൽ നമുക്ക് നമ്മുടെ ഷോർട്സിന് കസ്റ്റം തംബ്നെയിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് വ്യൂസ് കൂട്ടാൻ പറ്റുമെന്നുള്ള കിടിലൻ അപ്ഡേറ്റ്. അപ്പോൾ നിങ്ങളതെല്ലാവരും നിങ്ങളുടെ മൊബൈലിലും ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതിലും ചെക്ക് ചെയ്ത് നോക്കുക, വർക്കാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നല്ല നല്ല ഷോർട്സിന് നല്ല തംബ്നെയിലുകൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. നിങ്ങളുടെ സ്റ്റക്കായിട്ടുള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ഇനി റീച്ച് കൂട്ടാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച്, ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.